ഹായ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് Object.create എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ജാവാസ്ക്രിപ്റ്റ് സ്റ്റാറ്റിക് ഫംഗ്ഷനെ കുറിച്ചാണ്. ഇതിനകത്ത് പേഴ്സൺ എന്ന് പറയുന്നതിനകത്ത് ഫസ്റ്റ് നെയിം ഇഷ എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പ്രിന്റിനകത്ത് കൺസോൾ ലോഗ് ഓഫ് ഫസ്റ്റ് നെയിം ഈസ് ദിസ് ഡോട്ട് ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് പേഴ്സൺ ഡോട്ട് പ്രിന്റും കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഫസ്റ്റ് നെയിം ഈസ് ഇഷ എന്ന് എനിക്ക് പ്രിന്റ് ചെയ്ത് ഇവിടെ ഔട്ട്പുട്ടും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എനിക്ക് ഇതുപോലെ പേഴ്സൺ പോലെ വേറൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. സേ കോൺസ്റ്റന്റ് എന്താ പേര് ഹ്യൂമൻ ഈക്വൽ ടു ഇതിനകത്ത് എനിക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് നെയിം വേണം, ഫസ്റ്റ് നെയിം ലെറ്റ് ഇറ്റ് ബി സൺ. അതിനുശേഷം എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് ഏജ് വേണം, ഏജ് ലെറ്റ് ബി 20 ആൻഡ് പ്രിന്റ് എന്ന് പറയുന്നത് let be console dot log of first name is this dot first name. ഇപ്പോൾ ഈ രണ്ട് ഒബ്ജക്റ്റിനകത്ത് പ്രോട്ടോടൈപ്പ് രണ്ട് കാര്യങ്ങൾ ഈ ഒബ്ജക്റ്റിന് കോമൺ ആണ്. ഒന്നെന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം കോമൺ ആണ്, രണ്ട് പ്രിന്റ് കോമൺ ആണ്, ഏജ് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടാമത് വീണ്ടും എഴുതുന്നതിന് പകരം ഞാൻ എഴുതാൻ പോകുന്നതെന്ന് പറയുന്നത് കോൺസ്റ്റന്റ് human equals to object dot create of person. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒബ്ജക്റ്റ്, നമ്മൾ പാസ് ചെയ്യാൻ പറ്റുന്ന ഈ ഒബ്ജക്റ്റിന്റെ പ്രോട്ടോടൈപ്പ് വെച്ചിട്ടായിരിക്കും ഇവിടെ ഹ്യൂമൻ ക്രിയേറ്റ് ആവുന്നത്. ആൻഡ് I'll do a console dot log of from human dot print. റൺ ചെയ്ത് നോക്കുമ്പം രണ്ടിടത്തും ഫസ്റ്റ് നെയിം ഈസ് ഇഷ എന്ന് തന്നെയാണ് നമ്മൾ കാരണം ഈ ഫസ്റ്റ് നെയിം അതുപോലെ ഇങ്ങോട്ട് ഇൻഹെറിറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഞാൻ മാറ്റി പേഴ്സൺ തന്നെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കുമ്പം ഫസ്റ്റ് നെയിം ഇസ് ഇഷ എന്നുള്ളതും ഫസ്റ്റ് നെയിം ഇസ് പേഴ്സൺ എന്നുള്ളതും പ്രിന്റ് ആയിട്ടുണ്ട്. കാരണം ആദ്യം പ്രിന്റ് ചെയ്യുന്നത് പേഴ്സൺ ഡോട്ട് പ്രിന്റ് ആണ്, രണ്ടാമത് പ്രിന്റ് ചെയ്യുന്നത് ഹ്യൂമൻ ഡോട്ട് പ്രിന്റ് ആണ്. ഹ്യൂമൻ ഡോട്ട് പ്രിന്റിനകത്ത് ഈ പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് എന്തായി മാറി? പേഴ്സൺ ആയിട്ട് തന്നെ മാറി. ഇനി ഞാൻ ഇവിടെ വന്നിട്ട് ഹ്യൂമൻ ഡോട്ട് നോക്കാം, പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം മാറി, അതിനുശേഷം ഹ്യൂമൻ ഡോട്ട് ഫസ്റ്റ് നെയിം ഈക്വൽ ടു ഹ്യൂമൻ എന്ന് കൊടുത്തു. അതിനുശേഷം ഞാൻ താഴെ വന്നിട്ട് I'll do person dot print also. ഇനി നമുക്ക് നോക്കാം. Dot log after change. person dot പ്രിന്റിനകത്ത് ചേഞ്ചിന് ശേഷം പേഴ്സണും ഫസ്റ്റ് നെയിം ഡോട്ട് ഹ്യൂമൻ ഡോട്ട് പ്രിന്റിനകത്ത് എന്താ ഹ്യൂമനും ആണ് വന്നേക്കുന്നത്. ഇത് രണ്ടും ഇതിനകത്ത് നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, ഇവിടെ ആദ്യം നമ്മൾ പേഴ്സൺ പ്രിന്റ് ചെയ്തു, അപ്പം ഇഷ എന്ന് വന്നു. അതിനുശേഷം പേഴ്സൺ ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ എന്താ വന്നത്? പേഴ്സൺ തന്നെ. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് രണ്ടും
കൺസോൾ ചെയ്ത് കൊടുത്തിട്ട് പ്രിന്റ് എടുത്തു കഴിഞ്ഞപ്പം ഫസ്റ്റ് നെയിം ഇസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടാണ് ഹ്യൂമൻ പ്രിന്റ് ചെയ്തത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആ ചേഞ്ചിന്, ഈ പേഴ്സണിൽ ഉണ്ടായിരുന്ന ആ ചേഞ്ചിനെ ഇവിടെ റിഫ്ലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഇതൂടെ കൊടുക്കാം. പേഴ്സൺ ഡോട്ട് പ്രിന്റ് എന്ന് പറയുന്നതും പേഴ്സൺ ആയിരുന്നു, ഹ്യൂമൻ ഡോട്ട് പ്രിന്റ് എന്ന് പറയുന്നതും പേഴ്സൺ ആയിരുന്നു. അതിനുശേഷം ഞാൻ ഹ്യൂമൻ ഡോട്ട് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഹ്യൂമൻ ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? രണ്ടിനും സെപ്പറേറ്റ് വന്നു. പേഴ്സണും അത് ആദ്യം അത് രണ്ട് പേഴ്സണും ഫസ്റ്റ് നെയിം പേഴ്സണും രണ്ടാമത്തെ ഫസ്റ്റ് നെയിം ഹ്യൂമനുമായിട്ട് വന്നു. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രോട്ടോടൈപ്പ് വെച്ചിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഈ ഒബ്ജക്റ്റിന്റെ വാല്യൂസിനെ നമുക്ക് ഓവർറൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓവർറൈഡ് ചെയ്യുന്ന ഇതട വരെ അത് കോമൺ ഇതായിരിക്കും. ഇനി നമുക്ക് പ്രിന്റ് ഒന്ന് ഓവർറൈഡ് ചെയ്ത് നോക്കാം. ഓവർറൈഡ് ചെയ്യുന്നിടം വരെ അത് സെയിം മെമ്മറി ലൊക്കേഷൻ പോലെയാണ് ബിഹേവ് ചെയ്യുക. ഓവർറൈഡ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് മെമ്മറി ലൊക്കേഷൻ പോലെയാണ് അത് ബിഹേവ് ചെയ്യുന്നത്. ഇതുവരെ പേഴ്സൺ ഡോട്ട് പ്രിന്റിനകത്ത് console.log of age is age എന്ന് കൊടുത്തു. ആൻഡ് ഇവിടെ വന്നിട്ട് ഞാൻ പേഴ്സൺ ഡോട്ട് പ്രിന്റ് അല്ലല്ലോ, ഹ്യൂമൻ ഡോട്ട് പ്രിന്റിനകത്ത് ഏജ് ഇസ് ഈക്വൽ ടു ദിസ് ഡോട്ട് ഏജ് എന്ന് പറഞ്ഞു കൊടുത്തു. ആൻഡ് വിൽ കം ഹിയർ ആൻഡ് എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഹ്യൂമൻ ഡോട്ട് പ്രിന്റ് അടിച്ചു നോക്കാം. ലെറ്റ് സി എന്താണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എറർ ആണോ? അല്ല, ഏജ് ഇസ് അൺഡിഫൈൻഡ് എന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് ഏജ് ഓവർറൈഡ് ചെയ്യാൻ പറ്റുന്നതിന് ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഇവിടെ ഫംഗ്ഷനകത്ത് ദിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഹ്യൂമൻ ഡോട്ട് ഏജ് കൊടുക്കേണ്ടി വരും. അപ്പോഴും അൺഡിഫൈൻഡ് ആണല്ലോ വരുന്നത്. ബിക്കോസ് ഞാൻ ഏജ് കൊടുത്തിട്ടില്ലല്ലോ. ഇവിടെ ഹ്യൂമൻ എഴുതിയിട്ടുണ്ടെങ്കിലും ഹ്യൂമൻ ഡോട്ട് ഏജ് ഞാൻ കൊടുത്തിട്ടില്ല. ഏജ് ഇസ് ഈക്വൽ ടു 10 എന്ന് പറഞ്ഞു കൊടുത്തു. ദിസ് ഡോട്ട് ഏജ് ഇസ് അൺഡിഫൈൻഡ്. സോ ഈ ഇവിടം വരെ ഈ ഒരു പ്രിന്റ് എന്ന് പറയുന്നത് പ്രിന്റ് ചെയ്തിരുന്നത് ഹ്യൂമൻ എന്ന് പറയുന്ന പേരാണെങ്കിൽ അത് ഓവർറൈഡ് ചെയ്ത പോയിന്റ് മുതൽ അത് എന്താ പ്രിന്റ് ചെയ്യുന്നത്? അതിന്റെ ഫംഗ്ഷനാണ് പ്രിന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ പേഴ്സൺ ഡോട്ട് പ്രിന്റ് കൊടുക്കാണ് ഇവിടെ. പേഴ്സൺ ഡോട്ട് പ്രിന്റിന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ഫസ്റ്റ് നെയിം ഇസ് പേഴ്സൺ എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത്. ഫസ്റ്റ് നെയിം ഇസ് പേഴ്സൺ ഡോട്ട് പ്രിന്റ്. അപ്പോൾ ഈ രണ്ട് ഡിഫറെൻറ്റ് ഫംഗ്ഷൻ ആയിട്ട് എഴുതി. ഇത് നമുക്കൊരു ഒബ്ജക്റ്റിന്റെ പ്രോട്ടോടൈപ്പിനെ വെച്ചിട്ട് നമുക്ക് വേറൊരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റ് ഡോട്ട് ക്രിയേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇനി ഞാൻ ഇതുപോലെ എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് ചെയ്യാൻ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ കമൻസും ലൈക്കും ഒക്കെ എനിക്ക് ഭയങ്കര പ്രോത്സാഹനമാണ്. അപ്പോൾ അത് ചെയ്യാം.